നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 18 ബുധനാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയിൽ വീണ്ടും വലിയ ഇടിവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് എല്ലാ കണ്ണുകളും US മാർക്കറ്റിലേക്കാണ്. ആദ്യം അവിടെ നിന്ന് തന്നെ ആരംഭിക്കാം. US ഫെഡറൽ റിസർവ് മീറ്റിംഗ് ഇന്നാണ് നടക്കുന്നത്. ഈ മീറ്റിംഗിന് മുന്നോടിയായി ഇന്നലെ ക്ലോസ് ചെയ്യുന്ന US മാർക്കറ്റുകളെല്ലാം ഇടിയുകയുണ്ടായി. അതിൽ തന്നെ ഡൗ ജോൺസ് തുടർച്ചയായ 9ാമത്തെ ദിവസമാണ് ഇടിയുന്നത്. S&P 500 0.39%, നാസ്ഡാക്ക് 0.32% ഇന്നലെ ഇടിഞ്ഞു. ഇന്നലെ അവിടെ നിന്നും നവംബറിലെ US റീറ്റെയിൽ സെയിൽസ് ഡാറ്റയാണ് പുറത്തു വന്നത്. സെയിൽസ് പ്രതീക്ഷിച്ചതിലും വർദ്ധിച്ചു. സമ്പദ് വ്യവസ്ഥ ശക്തമാണെന്ന് ഈ ഡാറ്റ കാണിക്കുന്നു. ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് ആയ ഫെഡ് പോളിസി അനൗൺസ്മെന്റ് ഉള്ളത്. 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ റേറ്റ് കട്ട് വിപണി അത്ര കാര്യമാക്കി എടുക്കില്ല, കാരണം 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഫെഡ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് 2025 റേറ്റ് കട്ട് അതിന്റെ അഗ്രസീവ്നെസ്സിനെ കുറിച്ചായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. ഇന്നലത്തെ നമ്മുടെ വിപണിയിലെ ഇടിവിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ വൈഡൻ ചെയ്തത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു. അത് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞതുമാണ്. FI സെല്ലിംഗ് വളരെയേറെ കൂട്ടിയിരിക്കുന്നു. ഏതായാലും ഇന്നും വിപണിയിൽ ഒരു ഇടിവോട് കൂടിയുള്ള ഒരു ആരംഭം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കുകയാണെങ്കിൽ Q2 തകർച്ച ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും Q3 Q4 ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു എന്നും ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറയുകയുണ്ടായി. കൂടാതെ സോളാർ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായ ഒരു വാർത്തയുണ്ട്. എല്ലാ വാർത്തകളും നമുക്ക് നോക്കാം. കൂടാതെ ഇനി സ്റ്റുഡൻസിനായിട്ട് രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മുടെ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ സ്റ്റുഡൻസിന് തൊട്ട് മുകളിൽ നമ്മളിവിടെ അതിന്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. 50% ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്കും അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഇനി വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. സെക്കൻഡ് ക്വാർട്ടറിൽ ഒരു താൽക്കാലിക തകർച്ച മാത്രമാണ് ഉണ്ടായതെന്നും തിരിച്ചുവരവിലേക്കുള്ള വളർച്ച വരും പാദങ്ങളിൽ കാണും എന്നും ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നു. ഫിനാൻഷ്യൽ ഇയർ 2025 GDP വളർച്ച 5.4% കുറഞ്ഞു. ഇത് 7 പാദത്തിലെ ഏറ്റവും താഴ്ന്ന വളർച്ചയാണ്. RBI അതിന്റെ വളർച്ചാ പ്രവചനം ഫിനാൻഷ്യൽ ഇയർ 2025 6.6% പുതുക്കി. ഇനി Q3 Q4 എന്നിവയിൽ 6.8%, 7.2% എന്നിങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി Q2 മാന്ദ്യം ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു. മന്ദഗതിയിലുള്ള ചെലവുകളും തിരഞ്ഞെടുപ്പും ഉത്സവങ്ങളുമൊക്കെയാണ് ഈ ഒരു മാന്ദ്യത്തിന് കാരണമായത്. മറ്റൊരു മുഖ്യമായ വാർത്ത കൂടിയുള്ളത്, സെബിയുടെ ബോർഡ് മീറ്റിംഗ് ഡിസംബർ 18 നടക്കാനിരിക്കുന്നത്. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്കൊന്ന് നോക്കാം. SME ലിസ്റ്റിംഗ് ആണ് ഒരു വിഷയമായി വരുന്നത്. ലിസ്റ്റിംഗിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. മറ്റൊരു കാര്യമുള്ളത്, പ്രസിദ്ധീകരിക്കാത്ത വില സെൻസിറ്റീവ് വിവരങ്ങൾ വെളിപ്പെടുത്തൽ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തും. ഇനി ഈ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷനെ കുറിച്ച് പറയാം. പ്രസിദ്ധീകരിക്കാത്ത പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്നത് ഇതുവരെ പൊതുവായി ലഭിച്ചിട്ടില്ലാത്തതും എന്നാൽ വെളിപ്പെടുത്തിയാൽ കമ്പനിയുടെ ഓഹരി വിലയെ സ്വാധീനിക്കാൻ സാധ്യതയുമുള്ളതുമായ ഒരു വിവരമാണ് ഈ UPSI. ഇതിന്റെ മാനദണ്ഡങ്ങളാണ് മാറ്റാൻ സാധ്യതയുള്ളത്. ഏതായാലും സെബിയുടെ ഈ ബോർഡ് മീറ്റിംഗ് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാർത്ത കൂടിയുള്ളത്, ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2024 ഡിസംബർ 17 മുതൽ മൂവറിന് കീഴിൽ സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള നികുതി രഹിത ഇറക്കുമതി പദ്ധതി സർക്കാർ പിൻവലിച്ചു. ഈ ഒരു വാർത്ത ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പ്രൊജക്ടുകൾക്ക് വളരെയേറെ പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. പ്രത്യേകിച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടാറ്റ പവർ, അദാനി ഗ്രീൻ എനർജി, റിലയൻസ് ഇൻഡസ്ട്രീസ്, വിക്രം സോളാർ തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം JSW എനർജി. LG എനർജി സൊല്യൂഷൻസും JSW എനർജിയും ചേർന്ന് $1.5 ബില്യൺ സംയുക്ത സംരംഭത്തിനായി EVയും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സംരംഭ ബാറ്ററികളും നിർമ്മിക്കുന്ന ഒരു കരാറിൽ ഏർപ്പെടുന്നു എന്നൊരു വാർത്ത വരുന്നു. അടുത്തത് ഓറോബിൻഡ ഫാർമയാണ്. എപ്പിറ്റോറിയ ഫാർമയിലെ US FDA ഇൻസ്പെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. 2 ഒബ്സർവേഷൻസ് ആണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അടുത്തത് LTI മൈൻട്രി എന്ന കമ്പനിയാണ്. കമ്പനിയുടെ 879 മില്യൺ രൂപയുടെ ഒരു ടാക്സ് ഓർഡറിന് ഇന്ററിം സ്റ്റേ ലഭിച്ചിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. മറ്റൊരു കമ്പനി ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് ആണ്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ബിർള എസ്റ്റേറ്റ് 104.3 കോടി രൂപയ്ക്ക് ബോയ്സറിൽ 70.92 ഏക്കർ ഭൂമി ഏറ്റെടുത്തു. അടുത്തത് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. കമ്പനി അതിന്റെ അനുബന്ധ സ്ഥാപനമായ എക്സൈഡ് എനർജി സൊല്യൂഷൻസിൽ
റൈറ്റ് ബേസിസിൽ 100 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപത്തോടെ സബ്സിഡറിയിൽ കമ്പനി നടത്തിയ മൊത്തം നിക്ഷേപം 3152.24 കോടി രൂപയായി ഉയർന്നു. അടുത്തത് അംബുജ സിമന്റ്സ് ആണ്. സംഘി ഇൻഡസ്ട്രീസും പെന്ന സിമെന്റ് ഇൻഡസ്ട്രീസുമായി ലയിപ്പിക്കാൻ സിമന്റ് കമ്പനിയായ അംബുജ സിമന്റ്സിന് ബോർഡ് അംഗീകാരം നൽകി. ലയനത്തിന് ഇനി ദേശീയ കമ്പനി നിയമ ട്രിബ്യൂണലിൽ നിന്നുള്ള അനുമതിയൊക്കെ ആവശ്യമാണ്. അടുത്തത് സൺ TV നെറ്റ്വർക്കാണ്. സൗത്ത് ഏഷ്യ FM-ഉം ജോയിന്റ് വെഞ്ചേഴ്സും അമാൽഗമേഷന് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അനുമതി നൽകി. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബന്ധൻ ബാങ്ക്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, PVR ഇനോക്സ്, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, നാഷണൽ അലുമിനിയം കമ്പനി, RBL ബാങ്ക്, സെയിൽ തുടങ്ങിയവയാണ്. ഇനി FIDA ആക്ടിവിറ്റിയിലേക്ക്. ഇന്നലെ FIS വലിയ സെല്ലിങ്ങിലേക്കാണ് പോയത്. 6410 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIS ആവട്ടെ 2706 കോടി രൂപയ്ക്ക് ബൈ ചെയ്യുകയാണ് ചെയ്തത്. FISന്റെ ആ ഒരു ആക്ടിവിറ്റി പരിശോധിക്കുകയാണെങ്കിൽ വലിയ സെല്ലിങ്ങിലേക്കും അതുപോലെ ചെറിയ ബൈയിങ്ങിലേക്കും ഒക്കെയാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ജപ്പാൻ തന്നെയാണ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ ഫോക്കസിലുള്ളത്. പ്രത്യേകിച്ച് ട്രേഡ് ഡാറ്റയും കൂടാതെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഇന്നും നാളെയുമാണ് നടക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.30% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.19% ഇടിവിലും, ഹോങ്കോങ് മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും, തായ്വാൻ മാർക്കറ്റ് 0.36% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 0.90% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,361 എന്ന നിലയിലാണ്. അതായത് ഇപ്പോൾ 7 മണിയാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഏകദേശം ഒരു 50 മുതൽ 60 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന് മുന്നോടിയായി ഓയിൽ പ്രൈസുകൾ 1% ഇടിയുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $72.94 പെർ ബാരൽ എന്ന നിലയിൽ 0.12% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $69.78 പെർ ബാരൽ എന്ന നിലയിൽ 0.43% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലേക്കാണ്. 24,336-ൽ 332 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ലോ ലെവലായിട്ടുള്ളത് 24,200 ലെവലിലാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സെല്ലിംഗ് പ്രഷർ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കും. എന്നിരുന്നാലും 24,200 മുതൽ 24,040 വരെയുള്ളത് ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് തന്നെയാണ്. അതിന് മുന്നേയായി നിഫ്റ്റി ഇപ്പോൾ ഉള്ള ആ ഒരു ലെവൽ അതും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് തന്നെയാണ് 24,336. ഇനി ഒരു പക്ഷേ 24,200 സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ 24,000-ലേക്ക്, അതായത് ഡിസംബർ മാസത്തെ ലോ ലെവലിലേക്കൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,444 ലെവലാണ്. അതിനുശേഷം 24,500 മുതൽ 24,550 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട അപ്സൈഡിലെ മറ്റൊരു ലെവലാവാനും സാധ്യതയുണ്ട്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,300 സ്ട്രൈക്കിൽ ATM സ്ട്രൈക്കിൽ 29% വർധനവാണ്. പുട്ട് സൈഡിൽ കാണുന്നത് ചെറിയ ഒരു ലോങ് ബിൽഡപ്പ് മാത്രമാണത്. 237% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിൽ കാണാം. കുറച്ചുകൂടി ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 24,250 സ്ട്രൈക്കിൽ 6% ഇടിവ് ഒരു ലോങ് അൺവൈൻഡിങ് ആണ് കാണുന്നത്. 153% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിൽ കാണാം. 24,350 സ്ട്രൈക്കിൽ 67% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 353% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. വളരെ ശക്തമായൊരു ഷോർട്ട് ബിൽഡപ്പാണത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് ദുർബലമായിട്ടും കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നും കാണാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. സ്പോട്ട് പ്രൈസ് ആയി വരുന്നത് 24,319 ആണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000 ആണ്. അതിനുശേഷം 25,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 23,900 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,700-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റി 52,835-ൽ 747 പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാനൽ പാറ്റേണിന്റെ പിവറ്റിന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. കൂടാതെ 10-ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ 20-ഡേ EMA ഡിഫെൻഡ് ചെയ്യാനും സാധിച്ചു. ഡൗൺ സൈഡിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 52,580-ഉം തുടർന്ന് 52,156-ഉം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 53,000 ശ്രദ്ധിക്കേണ്ട അപ്സൈഡിലെ ഒരു ലെവലുമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം സ്പോട്ട് പ്രൈസ് ആയി വരുന്നത് 52,780 ആണ്.
കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 54,000, അതിനുശേഷം 56,000 സ്ട്രൈക്ക്, അതിനുശേഷം 53,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000 ആണ്, അതിനുശേഷം 52,000 സ്ട്രൈക്കും, അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 53,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,500ഉമാണ്. അടുത്തതായി ഇന്ത്യ വിക്സിലേക്ക്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് ഉയർന്നു. 14.48-ൽ 3.32% ഇന്ത്യ വിക്സ് ഉയർന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു സ്വിംഗ് സ്റ്റോക്ക് പൂർവാങ്കരയാണ്. 443 മുകളിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണ്. 500 വരെ നമുക്ക് ടാർഗറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണിത്. ഈ സ്റ്റോക്ക് ഇവിടെ ഷെയർ ചെയ്ത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. ബ്രേക്ക്ഔട്ട് വരുന്ന കൂടുതൽ സ്റ്റോക്കുകൾ നമ്മൾ ഈവനിംഗ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.